പറവൂർ ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ രജത ജൂബിലിയും 2022-2023 ബാച്ചുകളുടെ ബിരുദദാനവും ഡോൺ ബോസ്കോ ആശുപത്രിയുടെ 30ാം വാർഷികവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ആശുപത്രിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ നിർവഹിച്ചു. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ രേണു സൂസൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ബർത്തലോമിയ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് വിനോദ് കെടാമംഗലത്തിനെ കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുൻ എം പി KP ധനബാലൻ പ്രകാശനം ചെയ്ത സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ രജത ജൂബിലി സുവനീർ ഡോൺ ബോസ്കോ സ്ഥാപനങ്ങളുടെ PRO വിൻസെന്റ് ജോർജും കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ പ്രകാശനം ചെയ്ത ആശുപത്രി ബുള്ളറ്റിൻ സ്പർശം ഡോൺ ബോസ്കോ ആശുപത്രി CEO മുരളീധരനും ഏറ്റുവാങ്ങി. കുറെ കാലം അന്ധകാരത്തെ ഇഷ്ടപ്പെട്ടു വന്നു. ഉൽപ്പത്തി പുസ്തകത്തിലും വെളിച്ചത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ആദിയിൽ ദൈവം ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചു. ആഴത്തിനു മീതെ ഇരുൾ പരന്നിരുന്നു. വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതാണെന്ന് ദൈവം കണ്ടു. ഇരുളിനെയും വെളിച്ചത്തെയും ദൈവം വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും ദൈവം പേരിട്ടു. പിന്നെ ഉഷസ്സും സന്ധ്യയും ഉണ്ടായി. ഒന്നാം ദിവസം. പിന്നെ പറയും വെളിച്ചത്തെക്കുറിച്ച് വരാൻ കാര്യം, എല്ലാവരുടെയും മനസ്സുകളിൽ വെളിച്ചം പരത്തേണ്ടവരാണ് നിങ്ങൾ. എല്ലാവരുടെയും മനസ്സിൽ. അതാണ് ഡോക്ടർമാരും നഴ്സുമാരും ചെയ്യുന്നത്. ഇവിടെ പിതാവ് പറഞ്ഞല്ലോ, പ്രത്യാശ. മനുഷ്യൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ മനസ്സിൽ പ്രത്യാശ ഉണ്ടാകണമെന്നാണ്. അതാണ് ഒരു ആശുപത്രി കൊടുക്കുന്നത്, പ്രത്യാശയാണ്. ആ പ്രത്യാശ നിങ്ങൾ മുറിയിലേക്ക് കടന്നു വരുമ്പോഴാണ് അവരുടെ മനസ്സിൽ പ്രത്യാശ ഉണ്ടാകേണ്ടത്, അല്ലേ? പ്രതീക്ഷ ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പ്രത്യാശ ഉള്ളവരായിരിക്കണമെന്ന് പറയുന്നത്? വാഗ്ദാനം നൽകിയിരിക്കുന്നയാൾ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് പ്രത്യാശ ഉള്ളവരായിരിക്കണമെന്ന് പറയുന്നത്. വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പിതാവോട് സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് വെളിച്ചത്തെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്നതിന് നിത്യ വെളിച്ചം ലോകത്തേക്ക് ശ്രദ്ധിച്ചില്ല. സത്യത്തിൽ കല്ലറക്ക പിതാവ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. പിതാവുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാൻ. ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിനെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആശുപത്രിയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ജീവനക്കാരനുള്ള അവാർഡ് ബിനു ജോസഫ് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിൽ നിന്നും ഏറ്റുവാങ്ങി. ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ പ്രഥമ ജീവനക്കാരി കാഞ്ചന TP പൊന്നാടയും ഫലകവും സ്ഥാപക ചെയർമാൻ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിൽ നിന്നും ഏറ്റുവാങ്ങി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിതിൻ, വൈസ് ചെയർമാൻ MJ രാജു, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റവറൻ ഫാദർ റോക്കി റോബി കളത്തിൽ, ചാൻസലർ റവറൻ ഫാദർ ഷാബു കുന്നത്തൂർ, DYSP S ജയകൃഷ്ണൻ, കൗൺസിലർമാരായ സജി നമ്പ്യത്ത്, EG ശശി, G ഗിരീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KG ഷെയ്ൻ, പ്രാർത്ഥന ഫൗണ്ടേഷൻ ചീഫ് വോളണ്ടിയർ കുര്യൻ ജോർജ്, ഡോൺ ബോസ്കോ ഇടവക വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമൽ, ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി, മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ PK കുഞ്ചറിയ, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സുപ്പീരിയർ സിസ്റ്റർ ഗീത ചാണേപ്പറമ്പിൽ, പ്രിൻസിപ്പാൾ സിസ്റ്റർ പ്രിയ ജോൺ, ആശുപത്രി ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിവേര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചവിട്ട് നാടകവും ഇതര കലാപരിപാടികളും അരങ്ങേറി.